Hello designers, welcome back to uxuimania. Mockup creation വേണ്ടിയിട്ട് ഇന്ന് all over the world യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് mockuuups.studio എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ അതിൻ്റെ നമുക്ക് സ്റ്റുഡിയോ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന അതേ ഫീലിങ്ങോടുകൂടി നമുക്ക് അത് മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. ഓക്കെ, mockuuups.studio എന്നാണ് ഈ ഒരു വെബ് പോർട്ടലിൻ്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമേസിങ് ആയിട്ടുള്ള മോക്കപ്പുകളുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ കാണാം. എല്ലാ മോക്കപ്സുകളും നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോകളിലും നമ്മുടെ വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ട്രെൻഡി ആയിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്കുള്ള മോക്കപ്പ് സ്റ്റൈലുകളും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അത് വളരെ ക്ലീനായ രീതിയിൽ വളരെ പ്രൊഫഷണലായ രീതിയിൽ തന്നെ ഓരോ ഡിസൈനേഴ്സിനും അവരുടെ ഡിസൈൻ വർക്കുകളായ മൊബൈൽ ആപ്ലിക്കേഷൻസുകളായിരുന്നാലും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റുകളായാലും ഒക്കെ തന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിൽ കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡിവൈസിലും നമുക്ക് എന്ന് വെച്ചാൽ വെബ്സൈറ്റുകൾ തന്നെ നമുക്കിപ്പം പല രീതിയിൽ ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ ഐപാഡിനകത്ത് അതുപോലെ തന്നെ പല റെസൊല്യൂഷനിലുള്ള കമ്പ്യൂട്ടറുകളിൽ ഒക്കെ തന്നെ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്ത് മോക്കപ്സ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അഥവാ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല മൊബൈലുകളിൽ അത് ഓരോ കമ്പനികളുടെയും ഫോണുകൾ പ്രത്യേകം നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള ഫോൺ ചൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കളർ സ്റ്റൈലിങ്ങും ഒക്കെ മാറ്റി നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം ഡൗൺലോഡ് മോക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗൺലോഡിങ് ഫയൽ കിട്ടും. ഞാനിതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് അതിൻ്റെ ആ ഒരു നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഒരു ഡിവൈസുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഐഫോൺ വേണോ, സാംസങ് വേണോ, ഐപാഡ് വേണോ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിവൈസ് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഓപ്ഷനുകളായ ഹാൻഡ്സ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഫോണുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന മോക്കപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൽ വേണോ ഫീമെയിൽ വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസുകൾ അവരിങ്ങനെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുത്ത് നമുക്ക് എടുക്കാം. അതിനുശേഷം ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്യാം. പോർട്രേറ്റ് ആയിട്ട് കാണുമോ അതോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് കാണുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാത്രം ഫോട്ടോസുകൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും അത് ഡയറക്റ്റ് അതിനകത്ത് നിന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ സെറ്റിങ്സുകളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് റൈറ്റിലായിട്ട് വന്നിട്ട് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കളർ മാത്രം വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർലി ഒരു സ്ക്രീൻ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ആ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ളത് അവരിങ്ങനെ കാണിച്ചു തരും. ഓക്കെ, ഇനി അത് നമുക്ക് പല രീതികളിൽ പല സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പല സ്ക്രീനുകളിലായിട്ട് മാറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സെറ്റിംഗ്സ് ഇങ്ങനെ മാറ്റുന്നതനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് സെറ്റിംഗ്സുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി നിങ്ങൾക്ക് നോക്കാം. അത് വളരെ ഈസിയാണ്. നമ്മളൊരു സാധാരണഗതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന അതേ ഫീലിങ്ങോടുകൂടി തന്നെ നമുക്ക് ഇവിടെ വന്ന് സിമ്പിളായിട്ട് ക്ലീനായിട്ട് നല്ല രീതിയിലുള്ള പാറ്റേൺസുകൾ എടുത്തിട്ട് നമുക്ക് ഇതിനെ ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ പ്രൈസിങ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ പ്രൈസിങ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 300 rupees പെർ മന്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 700ഓളം മോക്കപ്സ് ഇതിനകത്ത് അതിമനോഹരമായിട്ടുള്ള പ്രൊഫഷണൽ മോക്കപ്സ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നുണ്ട്. കണ്ടോ, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് ഉണ്ട്. പക്ഷെ ഫ്രീ ആകുമ്പോഴുള്ള കുഴപ്പം അതിൻ്റേതായ ചില കുഴപ്പങ്ങളുണ്ട്. അതിന് ചില വാട്ടർ മാർക്കിംഗ് പ്രശ്നങ്ങളും കുറച്ച് ടെംപ്ലേറ്റിൻ്റെ ക്ലാരിറ്റിയിലും മറ്റുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ബെറ്റർ നമുക്ക് ഒരുപാട് നല്ല മോക്കപ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഡിസൈൻസുകളെല്ലാം ചെയ്തിട്ടതിന് ശേഷം നിങ്ങളൊരു 300 rupees മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നുമല്ല. ഒരു മന്ത്ലി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈൻസുകളുടെ വെബ്സൈറ്റുകളായിരുന്നാലും മൊബൈൽ ആപ്ലിക്കേഷൻസുകളായാലും ഒക്കെ തന്നെ അതിമനോഹരമായ രീതിയിലുള്ള ഇതുപോലെ ടെംപ്ലേറ്റിനകത്ത് ഇവിടെ വന്ന് നമുക്ക് ആഡ് ചെയ്ത് അതിൻ്റെ 700ഓളം ടെംപ്ലേറ്റ്സുകൾ നമുക്ക് പെയ്ഡായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ പല പ്രോജക്ട്സുകൾക്കും
ഇത്തരത്തിലുള്ള നല്ലൊരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു 300 റുപ്പീസിന് നിങ്ങളുടെ എല്ലാ ഡിസൈൻസുകളും ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് എല്ലാ രീതിയിലും വെബ്സൈറ്റുകളായാലും ആപ്ലിക്കേഷൻസ് ആയാലും ഒക്കെ തന്നെ മോക്കപ്സുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മെഷീനിൽ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആ ഒരു വർക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള പോർട്ട്ഫോളിയോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു 300 രൂപ പെർ മന്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ പെയ്ഡ് വെർഷൻ തന്നെ എടുത്ത് വളരെ അതിമനോഹരമായ രീതിയിലുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മോക്കപ്സുകൾ തന്നെ മാക്സിമം ചെയ്ത് ശീലിക്കുക. അതിനുശേഷം മാത്രം നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കണ്ട mockuuups.studio എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഡിസൈനേഴ്സ് എന്ന നിലയിൽ വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡിസൈൻ, നിങ്ങളുടെ ചിന്താഗതികൾക്കൊപ്പം തന്നെ നിങ്ങളുടെ ടെംപ്ലേറ്റ്സുകളും നിങ്ങളുടെ മോക്കപ്സുകളും എല്ലാം അതുപോലെ ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ് ഇത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ട് സുഹൃത്തുക്കൾക്കും കൂടെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.